ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ഇഫ്താറിനൊക്കെ പറ്റിയൊരു റെസിപ്പി കൂടിയാണേ. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയുണ്ടല്ലോ, നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആദ്യം തന്നെ മൂപ്പിച്ചെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു സവാള, മീഡിയം സൈസ് ഒരു സവാളയാണ് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് എല്ലാം കൂടി മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയുണ്ടല്ലോ, നമുക്ക് ഫ്ലെയിം സിമ്മാക്കി കൊടുത്ത ശേഷം ഇതുപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാള പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അടുത്ത ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിലും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാവേ. ഇനിയുണ്ടല്ലോ, നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ് ഇത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മീറ്റ് മസാലയും കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ് ഇത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫും സവോളയും എല്ലാം കൂടി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് പുഴുങ്ങിയെടുത്ത കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 ചെറിയ കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം പുഴുങ്ങിയെടുത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയുണ്ടല്ലോ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമേ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ബീഫിലും അതുപോലെ തന്നെ കിഴങ്ങിലും ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തത്. ഇനിയിപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റും പിന്നെ അതുപോലെ തന്നെ മൈദാമാവും വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുത്തതും കുറച്ച് വെർമിസെല്ലി അല്ലെങ്കിൽ റോസ്റ്റഡ് സേമിയയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉണ്ടല്ലോ, ഇത് ആദ്യം തന്നെ സമൂസ ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു 3-4 സമൂസ ഷീറ്റ് ഞാൻ ഒന്നിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, നമുക്ക് നേർ പകുതി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ തന്നെ നോക്കി ഒന്നിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ഷീറ്റായിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് അറ്റത്തായിട്ട് വെച്ച് കൊടുക്കണേ. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ് ഇതിൽ കൊള്ളും കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഫില്ലിങ് കൊള്ളുവേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ പകുതി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ബാക്കി ഭാഗത്ത് നമുക്ക് മൈദാമാവിൻ്റെ പേസ്റ്റില്ലേ, അതൊന്ന് തേച്ച് കൊടുക്കാവേ. ഒട്ടിക്കാനായിട്ട് ഇതേപോലെ മൈദാമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയുണ്ടല്ലോ, 2 സൈഡും ആദ്യം തന്നെ ഒരു സൈഡ് മൈദാമാവിൻ്റെ പേസ്റ്റ് മുക്കിയിട്ട് ഇതേപോലെ സേമിയ വെർമിസെല്ലിയിലോട്ട് മുക്കിയെടുക്കണം. ഇനി അടുത്ത ഭാഗവും അത് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ അടുത്ത സൈഡ് ഇതുപോലെ മുക്കി ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാവുള്ള. 2 സൈഡും ഒന്നിച്ച് മുക്കിയെടുക്കരുത്. ഇതേപോലെ ഓരോ സൈഡ് ആദ്യം ഒന്ന് മുക്കിയെടുത്ത ശേഷം വെർമിസെല്ലിയിൽ കോട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇനി 2 സൈഡും നന്നായിട്ട് ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ പേസ്റ്റ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ആദ്യം മൈദാമാവിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ സേമിയായി മുക്കിയെടുക്കാം. റോസ്റ്റഡ് സേമിയ എടുക്കുകയാണെങ്കിലാണ് നല്ല കളറിന് ഇരിക്കുന്നത്.
അപ്പോൾ ഇതേപോലെ ഒന്ന് 2 സൈഡും മുക്കിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഉണ്ടല്ലോ, ഈ റമദാന് ഉറപ്പായിട്ട് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചിക്കൻ കൊണ്ടോ ബീഫ് കൊണ്ടോ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാവേ. അപ്പോൾ ഈ ക്രിസ്പി റോളിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.